ന്യൂമൻ കോളേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1964 മാത്യു പോത്തനാമൊഴി പിതാവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ കോളേജ് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സ്ഥാപിതമായത്. ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അഭിമന്യ പിതാവ് സ്ഥാപിച്ച ഈ കോളേജ് 6 ദശാബ്ദങ്ങൾ ഇന്ന് പിന്നിടുകയാണ്. ആ മുഹൂർത്തത്തിൽ ഏറ്റവും അഭിമാന പുരസ്സരം ഇപ്പോൾ 15 ഡിഗ്രി പ്രോഗ്രാമുകളും അതോടൊപ്പം തന്നെ മറ്റ് PG പ്രോഗ്രാമുകളും 7 റിസർച്ച് സെൻറ്ററുകളുമായി ന്യൂമൻ കോളേജ് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. 2000-ൽ പരം വിദ്യാർത്ഥികളാണ് ഈ കോളേജിൽ ഇന്ന് പഠിക്കുന്നത്. അവർക്ക് വേണ്ട നേതൃത്വം നൽകാനായിട്ട് 160ഓളം അധ്യാപകരും ഇന്ന് ഈ സ്ഥാപനത്തിൽ നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ഒരു ആത്മീയ നേതൃത്വം കൂടി ഈ ക്യാമ്പസിൽ നമ്മൾ നൽകുന്നുണ്ട് എന്നതും പ്രസ്താവ്യമാണ്. ഒരുപാട് വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് കത്തോലിക്ക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പസിൽ ഒരു പള്ളി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദിവ്യകാരുണ്യനാഥനിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ നയിക്കുന്നത്. ഒപ്പം അധ്യാപകരും ഇവിടെ ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള NCC ഷെയർ എ ബ്രെഡ് എന്ന പദ്ധതി പ്രകാരം എല്ലാ ദിവസവും കുട്ടികളിൽ നിന്ന് ഒരു നേരത്തെ ചോറ് പൊതി വാങ്ങി അത് ദിവ്യരക്ഷാലയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് നിരവധി ആളുകളുടെ വിശപ്പകറ്റാനായിട്ട് അത് തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷത്തോളമായി. കോളേജിന് അതിൻ്റെ 2024 NAAC അക്രഡിറ്റേഷൻ A++ഓടുകൂടി ഇന്ത്യയിലെ തന്നെ 3ാമത്തെ ഏറ്റവും മികച്ച കോളേജ് സ്കോറായ 3.71 എന്ന് പറയുന്ന വലിയ സ്കോറോടുകൂടി ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള ഖ്യാതി നിലനിർത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കുടുംബത്തിൻ്റെയും കരിയറിൻ്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഒത്തിരി ആശയങ്ങളും സംശയങ്ങളും എല്ലാ വിദ്യാർത്ഥിനികളും ഉയർത്തി. എങ്കിൽ ഇനിയും ക്ലാരിറ്റി വരാനായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. കരിയറിന് പുറകെ പാരൻസ് പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർ പാരൻറ്റിങ് ഇല്ലാത്തത് കൊണ്ടാണോ കുഞ്ഞുങ്ങൾ വഴിവിട്ട ബന്ധങ്ങളിലേക്കും അനാവശ്യമായ രീതിയിലേക്ക് അവരുടെ ജീവിതം വളരുന്നതും അതുവഴി അവരുടെ കരിയർ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ടോ? ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് ചോദിക്കുകയാണ്, ഒരാളുടെ കരിയർ ഫാമിലിയുടെ ഒരു സപ്പോർട്ടും സ്നേഹവും ഒന്നും ഇല്ലാണ്ട് കംപ്ലീറ്റ് ആവുമോ? ഇതിലുള്ള അഭിപ്രായം എന്താണെന്ന് ഒന്ന് അറിയിക്കാമോ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതിന് പല വശങ്ങളുണ്ട്. ഇപ്പം ഞാൻ എന്നൊരു വ്യക്തി ഒരു ഓർഫനായിട്ട് ഒരു അനാഥാലയത്തിൽ ജനിച്ച ആളാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന ഫാമിലിയുടെ സൈഡിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ എനിക്ക് വേണ്ടി സമ്പാദിക്കുന്നു, നാളെ എനിക്ക് വേണ്ടി ഒരു ജീവിതം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കണേ. അവിടെ ഈ ഫാമിലി എന്ന് പറയുന്ന കൺസെപ്റ്റേ വരുന്നില്ല. മറിച്ച് എനിക്കൊരു കുടുംബം ഉള്ളിടത്തോളം കാലം നമ്മൾ ചെറുപ്പകാലത്തിൽ, ഇപ്പോൾ എൻ്റെ ഒരു നമ്മൾ എല്ലാവരുടെയും ഒരു 2-3 വയസ്സ് തൊട്ടൊരു 15-20 വയസ്സ് വരെയുള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വാല്യൂസ്, ആൾക്കാരെ എങ്ങനെ ബഹുമാനിക്കണം, അതുപോലെ സംസാരിക്കണം, അത് ലൈഫ് ലോങ് ഉണ്ടാവും. ഇൻ കേസ് പേരൻസ് മരിച്ചു പോയി കഴിഞ്ഞാലും അത് നമ്മൾ കീപ്പപ്പ് ചെയ്ത് വരും. പക്ഷേ അതിലൊരു നിങ്ങൾ ചോദിച്ചതുപോലെ ഒരു ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു 18-ാം വയസ്സിൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര എൻ്റെ അച്ഛനും അമ്മയുടെയും സ്നേഹം കിട്ടിയിട്ടില്ല, അവരവരുടെ ജോലി കാര്യങ്ങളുമായിട്ട് തിരക്കായിട്ട് പോയി കഴിഞ്ഞാൽ അഫ്കോഴ്സ് അതെൻ്റെ ജീവിതത്തെ ബാധിക്കും. ഞാൻ മറ്റു ആൾക്കാരോട് പെരുമാറുന്നതും അതൊക്കെ എൻ്റേതായ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു മറ്റൊരാളെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കണം, ബഹുമാനിക്കണം, അല്ലെങ്കിൽ പ്രായത്തിൽ മൂത്തവരോട് ഒരു ബഹുമാനത്തോടെ സംസാരിക്കണം. പക്ഷെ എനിക്കതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ രീതി അയാളെ കാണുന്നു, ആളെ എല്ലാവരെയും പോലെ കാണുന്നു, ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞതിൽ 2 കാര്യം ആഡ് ഓൺ ചെയ്യാനുണ്ട്. ആദ്യം അവിടെ ഒരു കുട്ടി പറഞ്ഞു എല്ലാവർക്കും പാർട്ണർ വേണമെന്ന്. അതൊരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നമ്മളിവിടെ ഒരിക്കലേ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം. ആസ് ലോങ് ആസ് നമ്മൾ ആരെയും ഉപദ്രവിക്കാത്തോടത്തോളം കാലം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ചെറിയ കാര്യം കൂടെ, നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഈ പ്രോഗ്രാം നടത്തുന്നവരും കാണുന്നവരും എല്ലാവർക്കും ഒരു 24 മണിക്കൂറുണ്ട്. അപ്പം നമ്മൾ ആര് ശ്രമിച്ചാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു താല്പര്യം എന്ന് പറഞ്ഞൊരു ബേസിക് കാര്യമുണ്ട്. അതുണ്ടെങ്കിൽ പ്രണയത്തിലാണെങ്കിലും കല്യാണത്തിലാണെങ്കിലും എന്താണെങ്കിലും നന്നായിട്ട് പോകും. ആ താല്പര്യം ഇല്ലാത്തപ്പോഴാണ് നമുക്ക് ബിസി ആവുന്നത്. ഇപ്പം അംബാനിക്ക് ഭാര്യയോട് സംസാരിക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്കും ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. താങ്ക് യു. പറഞ്ഞ കാര്യങ്ങൾ നല്ല അഭിപ്രായം. അത് മാത്രമല്ല, നമ്മളിപ്പോൾ കരിയർ നോക്കി പോകുമ്പോൾ, കരിയറിൻ്റെ പിന്നാലെ ഓടുമ്പം കുടുംബത്തിൻ്റെ ആ ഒരു സപ്പോർട്ടും സ്നേഹവും ഉണ്ടെങ്കിൽ കരിയർ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? കരിയർ ഇച്ചിരൂടെ മനോഹരമാകുമോ ഇല്ലയോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നത്, കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കരിയർ മനോഹരമാവണമെന്നില്ല. കാരണം ഞാനിപ്പോൾ ഒരു പാവപ്പെട്ട ഫാമിലിയിൽ നിന്നാണ്
വീട്ടുകാർ ഫുൾ നീ പൊളിയാ നീ സൂപ്പറാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രം എനിക്ക് ജോലി കിട്ടില്ല, ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നില്ല. മറിച്ച് അത് ഒരു സ്ട്രെസ് എന്നുള്ളൊരു ഭാഗമുണ്ട്. അത് ഈ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും എല്ലാവർക്കും ഒരുപോലെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ചേച്ചി അവിടെ നിന്ന് സംസാരിക്കുന്നു, ചേച്ചി ഇന്നലെ തലേദിവസം നല്ലോണം പ്രിപ്പയർ ചെയ്തുകൊണ്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ ചേച്ചിക്ക് ഒബ്വിയസ്ലി മനസ്സിലൊരു ടെൻഷനുണ്ട്, കാരണം ഞാൻ നന്നായിട്ട് ചെയ്യണമെന്നുള്ളത്. ആ ടെൻഷൻ നമുക്ക് എല്ലാവർക്കും പല കാര്യങ്ങളും വരും. ആ വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കുടുംബം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഉദ്യോഗം കഴിഞ്ഞ് വരുമ്പം പിന്നെ നമ്മളെ ഹാപ്പി ആക്കി വെക്കുന്ന ഒരു ഫാക്ടറുണ്ട്, അത് ഈ കുടുംബത്തിൻ്റെ സ്നേഹമാണ്. അതില്ലെങ്കിലും ജോലി ഉണ്ടാവും, പക്ഷെ നമ്മുടെ ലൈഫ് കൈൻഡ് ഓഫ് ബാഡ് ആയിരിക്കും, ഇച്ചിരി മെൻ്റൽ സ്ട്രഗിൾസ് ഉണ്ടാവും. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ കൗൺസിലിങ്ങിന് പോകേണ്ടി വരും. ബട്ട് നമുക്ക് നല്ലൊരു കുടുംബമുണ്ട്, നമുക്ക് സ്നേഹിക്കാൻ കുടുംബം ആരെങ്കിലും ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടെങ്കിൽ ലൈഫ് ഇച്ചിരി കൂടെ കളർഫുൾ ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്ത കരിയർ മീനിങ് ഫുൾ ആകണമെങ്കിൽ ഒബ്വിയസ്ലി ഫാമിലിയുടെ സ്നേഹവും കെയറും വേണം. അതായത് കുടുംബം എന്ന് പറയുന്ന ഒരു കംഫർട്ട് സോൺ അല്ലേ, ഒരു ബാക്ക് സൈഡ് പോലെ വേണം. എനിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യത്തോടൊന്ന് പ്രതികരിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം. പുള്ളി പറഞ്ഞു ഇപ്പം ഓർഫനായിട്ടാണ് ജനിക്കുന്നെങ്കിൽ പിന്നെ ഈ വക കാര്യങ്ങളോ അതൊന്നും ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ലാന്ന്. ഒരു 7-8 മാസം മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിലെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് വന്ന് അവൻ്റെ പപ്പായുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞു. പക്ഷെ നീ ഇതിനെ കരയുന്നത്? അതല്ല സാറേ, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഡ്രസ്സ് എല്ലാം കൂടെ എൻ്റെ പപ്പ അലക്കി തരുക, ഷർട്ടും പാൻറ്റും എല്ലാം. പപ്പ ഈ പകല് മുഴുവൻ ജോലി ചെയ്തിട്ട് പിന്നെ എൻ്റെയും ഡ്രസ്സ് അലക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ചോദിച്ചു എന്തിനാ പപ്പ അലക്കുന്നത്? അപ്പോൾ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി കുറച്ച് നാൾ മുമ്പ്. അപ്പം നിനക്ക് അലക്കിക്കൂടെ? അല്ല, അലക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ പപ്പ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് അലക്കും. അപ്പോൾ പിന്നീട് ഒരിക്കൽ യാദൃശ്യവശാൽ ആ മനുഷ്യനെ ഞാൻ പരിചയപ്പെടാൻ ഇടയപ്പോൾ ഞാൻ മനസ്സിലായി എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ അപ്പനൊരു ഓർഫണായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു അനാഥത്വത്തിൻ്റെ നൊമ്പരം എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നു. അപ്പോൾ ആ കുടുംബത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ അറിയുന്നത് അനാഥത്വം അനുഭവിക്കുന്നവർക്കാണ്. എനിക്ക് പരിചയമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, മക്കളെ ഭാര്യയോട് ഒരു കുത്തുവാക്ക് പോലും പറയാത്തത്, ഒന്നും ഭാര്യയോട് പറയാത്തതാണ്. നമുക്കിങ്ങനെ ഒരു ഭാര്യയിലും കിട്ടിയില്ലേ, 2 മക്കൾ. സത്യത്തിലൊരു കുടുംബത്തിൻ്റെ വില മനസ്സിലാവുന്ന ഇപ്പോഴാണ്. അപ്പനും അമ്മ ആരാന്നറിയില്ലാതെ ഏതോ കാലത്ത് കന്യാസ്ത്രീമാർ എന്നെ എടുത്ത് വളർത്തല. കല്യാണം നടന്ന് ഭാര്യ എൻ്റെ മക്കൾ എന്നെ അപ്പാന്ന് വിളിക്കുമ്പോൾ എനിക്ക് അത് കൂടുതൽ വേറെ ഒന്നും വേണ്ട, എനിക്കങ്ങനെ വിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുടുംബത്തിൻ്റെ വിലയൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ കുടുംബം ഇല്ലാത്തവരോട് ചോദിക്കണം. ഇവിടെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ബേസിക്കലി ഇത് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിൽ ഏതോ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷനും കരിയറിനും ഒരു പരിധി കൂടുതൽ പ്രാധാന്യം വന്നതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നവനീത പറഞ്ഞത്, വിതച്ചതെ കൊയ്യൂ. ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യം എടുക്കാം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഭയങ്കരമായ പ്രോസ്പെരിറ്റിയിലൊന്നും അല്ല പോവുക. ഈ കേരളത്തിൽ വിൽക്കാൻ കിടക്കുന്ന വീടുകൾ നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ്. നമ്മൾ പഠിച്ച് അനാഥ മന്ദിരങ്ങൾ മുഴുവൻ പോയി തപ്പിക്കഴിഞ്ഞാൽ ആരോരും ഇല്ലാത്ത അമ്മമാർ ഉപേക്ഷിക്കപ്പെടുന്ന ആൾക്കാരെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത്. നമ്മൾ ശുശ്രൂഷിച്ചിട്ടും പഠിപ്പിച്ചിട്ടും കാര്യങ്ങളൊക്കെ ശരിയാണ്, ഫലം ഇതാണ്. നമ്മളൊരു കാര്യത്തിൻ്റെ ഫലത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ആ ഫലം വന്നു കഴിയുമ്പോൾ ഇപ്പം ഏതെങ്കിലും 1-2 ആൾക്കാരോ ഒരു കോൺഗ്രിഗേഷനോ നന്നായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. കുടുംബത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കരിയറിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സമ്മതിച്ചു, ദാറ്റ് വിൽ അഫക്ട് ഫാമിലി അഫക്ട് ചെയ്ത ഡെഫിനറ്റ്ലി കുട്ടികൾ ആ രീതിയിലുള്ള ഓറിയൻറ്റേഷനിലായിരിക്കും വളരുക. ആ ഒരു രീതിയിലുള്ള ഓറിയൻറ്റേഷനിലേക്ക് വളരുന്ന കുട്ടികൾ ഏത് ജീവിതാന്തസ്സിൽ പ്രവേശിച്ചാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്താ സിസ്റ്ററിൻ്റെ അഭിപ്രായം? ഇപ്പം ഇത് പറഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് വെച്ചാൽ, പേരൻസ് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ തീർച്ചയായും വഴിതെറ്റിപ്പോവും. അത് ശരിയാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നത് എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ്. ഞാനിങ്ങനെ ഉടുപ്പിട്ട് 1ാമത്തെ വർഷം ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പഠിക്കാൻ വിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മഠത്തിൽ നിൽക്കുമ്പോൾ ഒരു കൊച്ചു നഴ്സറിയിൽ പഠിപ്പിക്കാൻ പോകണം. അപ്പോൾ അവിടെ ഒരു കൊച്ചു വന്നിട്ടുണ്ട്. അവൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അവൻ ഒട്ടും അടങ്ങിയിരിക്കില്ല. ഒരിച്ചിരി സമയം കിട്ടിയാൽ എല്ലായിടത്തും വലിച്ചെറിയും. സംസാരിക്കണത് എന്നാന്ന് വെച്ചാൽ നമുക്ക് തിരിയില്ല. ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ വീട്ടുകാർക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവനെ ഇപ്പം നഴ്സറിയൊക്കെ കൊണ്ടാക്കിയിരിക്കുന്നത്. ഈ നഴ്സറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനവിടെ ചെന്നങ്ങോട്ട് കണ്ടാണ് ടീച്ചേഴ്സ് ശരിക്കും അമ്മമാരെ പോലെയാണ് ആ കൊച്ചിനെ നോക്കുന്നത്. അപ്പോൾ ഇവൻ്റെ കഥ അറിയാൻ പറ്റിയത്, ഇവൻ അവിടെ ആയിരിക്കുമ്പോൾ പപ്പയും അമ്മയും നല്ല ജോലിയുണ്ട്. അപ്പോൾ അവർ സാലറി ഉള്ള ജോലി ആയതുകൊണ്ട് അവർ ജോലിക്ക് പോകും. കൊച്ചിനെ മെയ്ഡിനെ ഏൽപ്പിക്കും. അപ്പോൾ ഈ മെയ്ഡ് ചെയ്യുന്ന പരിപാടി ഇംഗ്ലീഷ് മെയ്ഡായിരുന്നു. ആ കൊച്ചിനെ കെയർ ചെയ്യുന്നതിന് പകരം ആൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് മൂവീസ് വെച്ച് കൊടുക്കും. എന്ന് വെച്ചാൽ ഹൊറർ മൂവീസ്, ഭയങ്കര ഫൈറ്റുള്ള മൂവീസ്, അതൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇവനിത് കൊടുത്തിട്ട് ആളുടെ വഴിക്ക് പോവും, ഫോൺ നോക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ പേരൻസ് ചെയ്യുന്ന പരിപാടി വീട്ടിൽ വരും,
ശേഷം ഫുഡ് കഴിക്കുന്നു, അപ്പോഴത്തേക്കും കൊച്ചിനെ ഉറക്കിയിട്ടുണ്ടാവും, പിന്നെ അവർ ഉറങ്ങും, പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഇൻട്രാക്ഷൻ ഉണ്ടായെങ്കിലേ ഉള്ളൂ. അപ്പോൾ അവൻ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ പറഞ്ഞ പോലെ ഒട്ടും അവനെ അടുക്കുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഇടപെടാൻ വരുവാണെങ്കിൽ പോലും അവൻ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുന്നു, മൊത്തം കൊളായിട്ട്. അപ്പോൾ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ കൗൺസിലിങ്ങിന് കൊണ്ട് കാണിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇവൻ്റെ വീട്ടിൽ ഇവിടെ കൊണ്ട് നിർത്തിയാൽ മതി, അതായത് പേരൻസിൻ്റെ കെയർ കിട്ടണം, ഗ്രാൻഡ് പേരൻസ് ഉണ്ട് അവരെങ്കിലും നോക്കിയാൽ മതിയെന്ന്. അവനെ കൊണ്ടുവിട്ടു. അവരാണ് ഈ നഴ്സറി കൊണ്ടേ ആക്കുന്നത്. പക്ഷെ ഇവിടെ ഒട്ടും പറ്റില്ല. പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ കയറിയപ്പോൾ തന്നെ ആ ടേബിളിലിരുന്ന ബോളൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച്, ചിലക്ക് എറിഞ്ഞ് പൊട്ടിച്ചു. പിന്നീട് ഫർദർ ഇങ്ങനെ ഓരോരുത്തർക്ക് കൊണ്ടുപോയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കൂടെ നിൽക്കാത്തതിൻ്റെ വിഷമമാണ്. അതിനുശേഷം അവൻ്റെ അപ്പൻ ആ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നീട് അവൻ്റെ സ്പീച്ച് തെറാപ്പി അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്നു. ടീച്ചേഴ്സ് അതുപോലെ നോക്കുന്നു. അപ്പൻ ഇതുപോലെ കൊണ്ടു നടക്കുന്നു. പിന്നീട് അവൻ വർത്താനം പറയാൻ പഠിച്ചു, കൂട്ടുകാരോട് ഇടപെടാൻ പഠിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ എനിക്കിത് മനസ്സിലായത്, പേരൻസ് ജോലി മാത്രം എന്ന് ചിന്തിച്ച് ഇപ്പോൾ ഒരു സിനിമ ഞാൻ കണ്ടത് ഓർക്കാണ്, ജെയിംസ് ആൻഡ് ആലിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളി പടം വരയ്ക്കും, എല്ലാവരും കണ്ടാണ്. അപ്പോൾ വൈഫിൻ്റെ ഭയങ്കര സ്നേഹത്തിലായിരുന്നു വിവാഹം ചെയ്തത്. പക്ഷേ അയാളുടെ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ കൊടുക്കേണ്ട പലതും കൊടുക്കാൻ പറ്റാതെ പോയി. അതുകൊണ്ട് അയാൾക്ക് കിട്ടേണ്ട പലതും അയാൾക്ക് കിട്ടാണ്ടും പോയി. മൊത്തത്തിലൊരു ഗ്യാപ്പ് സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ ജോലിയും കുടുംബവും ഒരുപോലെ കൊണ്ടുപോകേണ്ടതാണ്. താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ പറഞ്ഞു, സ്റ്റെല്ല പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കരിയറും ഫാമിലിയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈശോ ഇല്ലാതെ പറ്റിയല്ല. ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇത് നമുക്ക് താത്വികമായി ഫിലോസഫിക്കലി സൈദ്ധാന്തികപരമായിട്ട് നമുക്കിത് ഇങ്ങനെയൊക്കെ പറയാം. ഇവിടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കുന്നന്താനം എന്ന പേരുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഡോക്ടർ സിസ്റ്റർ മേരി ലിറ്റി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ അവിടെ ഇൻ്റലക്ച്വൽ ഡിസേബിൾ ഉള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഒരു സ്ഥാപനം ആരംഭിച്ചു. ₹1 മൂലധനമില്ലാതെ സ്ഥാപനം ആരംഭിച്ചു. രാത്രി ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന വഴിക്ക് ആ സിസ്റ്ററിനെ എത്തേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി എത്തിച്ചത് എവിടെയോ തെരുവിൽ അലഞ്ഞു നടന്ന ഒരു പാവം നായ്ക്കുട്ടിയായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ സ്ഥാപനത്തിൽ അടുത്ത നാൾ ഞാൻ പോയപ്പോൾ 260-ലധികം കുഞ്ഞുങ്ങൾ അവിടെ കണ്ണില്ലാത്തവരും കാലില്ലാത്തവരും മൂക്കില്ലാത്തവരും അവിടെ വളരുന്നു. ₹1 ഗവൺമെന്റിന്റെ എയ്ഡ് വാങ്ങിച്ചിട്ടല്ല അവരത് നടത്തുന്നത്. അവർ പറയുന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് ബൂസ്റ്റ് കുടിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയാൽ ഈശോ ബൂസ്റ്റുമായ ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു ദിവസം ഐ വിൽ ടേക്ക് യു ഫോർ എ റൈഡ് കൊണ്ടുപോയി കാണിക്കാൻ ഞാൻ അവരെ. ദൈവപരിപാലന, ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സുമാരുണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റുകളുണ്ട്. അവിടെ അവരെല്ലാവരും അത് പഠിച്ചിട്ട് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അതൊരു സാലറി. സിസ്റ്റർ മേരി ലിറ്റിയെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു സെക്കൻഡ് നിന്നാൽ ഓർമ്മയാൽ നമ്മുടെ കണ്ണ് നിറയും. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വെയിറ്റിംഗ് ഷെഡിൽ സിസ്റ്റർ മേരി ലിറ്റിയുടെ ഫോട്ടോ എഴുതി വെച്ചിട്ട് അഭിവാദ്യങ്ങൾ എന്നവർ എഴുതി വെച്ചിരിക്കുകയാണ്. ബാങ്ക് ബാലൻസ് കൊണ്ടോ കരിയർ കൊണ്ടോ അല്ല മദർ തെരേസ കൽക്കട്ടയിലെ ആയിരക്കണക്കിന് പാവങ്ങൾക്ക് തുണയായും അമ്മയായും മാറിയത്. 8, 10, 12 മക്കളെ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത് ഒരു പരിധി കൂടുതൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടൊന്നുമല്ല. അപ്പൻ നല്ല പണിയെടുക്കും, അമ്മ നല്ലതായിട്ട് വീട്ടിൽ ജോലിയെടുക്കും, ഇച്ചിരി സൂക്ഷിച്ചു വെക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ പിള്ളേർ എല്ലാവരും കൂടി അധ്വാനിക്കുമ്പോൾ കുറേ പൈസ അവർക്ക് കൂടുതൽ കിട്ടും. അവരെല്ലാവരും കൂടി അധ്വാനിക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം അവർ വിശ്വസിക്കുന്ന അവരുടെ കമ്മ്യൂണിറ്റിക്ക് കൊണ്ടുപോയി കൊടുക്കും. കേരളത്തിൽ ഈ കാണുന്ന കോളേജുകളും സ്ഥാപനങ്ങളും ഓർഫനേജുകളും ഹോസ്പിറ്റലുകളെല്ലാം ഉണ്ടായത് ആരും ജോലി ചെയ്ത കാശ് കൊണ്ടല്ല. അത് കഴിഞ്ഞ് 20 വർഷം കൊണ്ട് ജോലി ചെയ്ത കാശ് കിട്ടാൻ തുടങ്ങിയുള്ളൂ. അതിനു മുമ്പ് പാവപ്പെട്ടവൻ്റെ നേർച്ച കൊണ്ടാണ്, ദശാംശം കൊണ്ടാണ്. നമ്മളുടെ വരുന്ന ഭാവി തലമുറയ്ക്ക് അവർക്ക് ഒരു മാതൃകയാക്കാനായിട്ട് കരിയർ നേട്ടങ്ങളാണോ അതോ കുടുംബ മൂല്യമാണോ, ഇതിലേതായിരിക്കും അവർക്കൊരു മാതൃകയാക്കി നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട കാര്യം? എന്താണ് കാഴ്ചപ്പാട്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലെ മൂല്യങ്ങൾ തന്നെയാണെന്ന് പറയും. കാരണം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ജോലി അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബം കൂലി, അതൊരു വളരെ ഒരു യാഥാർത്ഥ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കുടുംബത്തിൽ പിള്ളേരുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ 3D പ്രിൻ്റ് ചെയ്യുന്ന പോലെ പിള്ളേരെ വളർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് കുറച്ചൊരു ലൈഫ് കൊടുക്കണം. അപ്പോൾ കുറച്ച് മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ഒരു വലിയ കാര്യങ്ങളെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പ്രായമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റ് നിൽക്കുക, അതൊക്കെ ചെറിയ ചെറിയ ബേസിക് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കിട്ടുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ. അപ്പോൾ ഒരിക്കലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് അതൊക്കെ പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും. നിന്റെ പേരെന്നോട് പറഞ്ഞ്? എൻ്റെ പേര് അലൻ എന്നാ. അലൻ പറയൂ അലൻ. അപ്പോൾ അതൊക്കെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. അപ്പോൾ കുറച്ച് സമയങ്ങൾ, അപ്പോൾ എല്ലാം ഒന്നും ഇപ്പോൾ
നമ്മളിപ്പോൾ ജോലി കംപ്ലീറ്റ് രാജിവെച്ച് പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് മോനെ അവരെ കാണാൻ ബേക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവർക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം, ഇപ്പോൾ പേരൻസിന് ഇപ്പോൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ അവർക്ക് സ്തുതി കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷേ എപ്പോഴും അവർക്ക് അത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അവർക്കൊരു ബോറടിയാണ്. കാരണം നമ്മളായിരിക്കുന്ന ഒരു കുറച്ച് സമയത്ത് അവർക്ക് നമുക്ക് അവരെ എന്താണ് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്, അതൊരു വലിയൊരു മൂല്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് എന്ത് കിട്ടുന്നോ അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം കുടുംബത്തിലുള്ള മൂല്യത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അലൻ പറഞ്ഞത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഒരു ചെറിയൊരു അമെൻമെൻറ്റ് ഞാൻ വരുത്താണ്. എനിക്ക് തോന്നി നമ്മൾ ഈ സമയമെടുത്ത് പിള്ളേരോട് പറഞ്ഞു കൊടുത്തിട്ടും വലിയ കാര്യമില്ലെന്ന് ഞാൻ തോന്നുന്നത്. വലിയ കാര്യമില്ല. അതിന് കാരണം പറയാം. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവർ ഇമിറ്റേറ്റ് ചെയ്യുക. പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഒരു ദിവസം ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ബഹളം വെച്ചപ്പോൾ ഞാൻ ആ ഓഡിയൻസിനെയും കൂടെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, കുട്ടികൾ ഓടി നടന്നോട്ടെ, അവർ ബഹളം വെച്ചോട്ടെ, കുട്ടികളുടെ ബഹളം എനിക്കൊരു സംഗീതം പോലെയാണ്, എനിക്കിഷ്ടം പോലെ കുട്ടികളുണ്ട് എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ എവിടെയോ എന്തോ കാര്യം കഴിഞ്ഞ് വളരെ ടയേർഡായിട്ട് എൻ്റെ വീട്ടിൽ വന്നു. പിള്ളേരെല്ലാം കൂടെ ബഹളം വെച്ച് ഇറിറ്റേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ മൂത്ത മകൻ ചോദിക്കുക, അല്ല കുട്ടികളുടെ ബഹളം സംഗീതമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ബേസിക്കലി ദ തിങ് ഈസ്, നമ്മൾ പറയുന്നതൊന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിള്ളേർ കേൾക്കില്ല. നമ്മൾ പറയുന്നതൊന്നും സിസ്റ്ററെ കാറ്റിസം പഠിക്കാൻ വരുന്ന പിള്ളേർ കേൾക്കില്ല. നമ്മൾ നടത്തുന്ന ആക്ഷൻ സോങ്സ് ഒന്നും, ഇൻറ്റൻസി കാറ്റീസ് ഒന്നും വർക്കാവും തോന്നില്ല. കുട്ടികൾ കാണുന്നതാണ് അവർ മനസ്സിലാക്കുക, കാണുന്നതേ അവർ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ കുടുംബത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കണമെങ്കിൽ നല്ല കുടുംബസ്ഥനായിട്ട് ജീവിക്കണം. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഒക്കെ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ നമുക്ക് തോന്നണം. താലത്തിൽ വെള്ളമെടുത്ത് പാദങ്ങൾ കഴുകിയ ക്രിസ്തു, പാപികളോട് ക്ഷമിച്ച ക്രിസ്തു, വാദപ്രതിവാദം നടത്താതിരുന്ന ക്രിസ്തു, കള്ളനെ സ്വർഗത്തിൽ കൊണ്ടുപോയ ക്രിസ്തു, ആ ഭാര്യയുടെ വായിരിക്കുന്ന എല്ലാം മുഴുവൻ കേട്ടിട്ട് ക്ഷമിക്കുന്ന നല്ല ഭർത്താവ്, മുഴുക്കുടിയനായ ഭർത്താവിനെ സഹിക്കുന്ന ഒരമ്മ. ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ എല്ലാം റെസ്പോൺസ് കണ്ട് വളരുന്ന കുട്ടികൾ ഒരു സൊസൈറ്റിയിൽ തന്നെ വളരെ ലീഡർഷിപ്പുള്ള ആൾക്കാരായിട്ട് മാറുമെന്നാണ് ഞാൻ കരുതുക. നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നിങ്ങൾ ഒത്തിരി കാര്യങ്ങളെല്ലാം ഈ ചർച്ചയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, അലൻ പറഞ്ഞു, എഡ്വിൻ പറഞ്ഞു, സാൻജോ പല കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം തന്നെ ഒരു യുവതലമുറയ്ക്ക് ഏതെങ്കിലും രീതിയിലൊരു സഹായകരമാകട്ടെ എന്ന് നമുക്ക് കരുതാം. സ്റ്റെല്ല, ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങളോ ആശയങ്ങളോ? കോമൺലി ജസ്റ്റ് ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. നമ്മൾ വരും തലമുറയുടെ ഏറ്റവും വലിയൊരു കുഴപ്പം, അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഈ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ മൊബൈൽ തന്നെയാണ്. ഏറ്റവും വലിയൊരു കുഴപ്പം ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലാണ്. നമ്മൾ ഈ ഫാമിലി, നമ്മുടെ ജോലി, ഇപ്പോൾ ഒരു അമ്മ, വീട്ടമ്മയ്ക്ക് വീട്ടുജോലി ചെയ്യണം, കൊച്ചനങ്ങാണ്ടിരിക്കില്ല, കൊടുക്കുവാണ്. മീൻസ് ഏറ്റവും വലിയൊരു കാരണം ഇങ്ങനെ ഈ ഒരു ഫോൺ കണ്ട് ഈ കൊച്ചിന് മിണ്ടാട്ടില്ലാണ്ടാവുകയാണ്, മറ്റുള്ളവർ പരിചയം ഇല്ലാണ്ടാവുകയാണ്. ഈ പുറത്തിറങ്ങിയിട്ട് എന്താ ചെയ്യണ്ടേ, ആരോട് എന്താ പറയണ്ടേന്ന് അറിയാൻ പാടില്ലാണ്ട് ഈ മൊബൈൽ ഉപയോഗിക്കുന്നൊരു കൊച്ചു വരുവാണ്. ടോണി പറഞ്ഞൊരു കാര്യം എന്നോടൊരു ഒരാൾ വന്ന് പറയുകയാണേ, വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. രാവിലെ 9 മണി തൊട്ട് 3:30 വരെ അവിടെ കുത്തിയിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. 3:30 കഴിഞ്ഞ് 4 മണി വരെ ക്യാൻറ്റീനിൽ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ വന്ന് 4 ആകുമ്പോൾ അതേ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ഇമോജി ഇട്ട് കളിക്കുകയാണ്. കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പേരൻസിൻ്റെ കാര്യമാണ്. ഒരു സ്റ്റുഡൻ്റ് എന്നോട് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ടോണിയൊക്കെ ഇങ്ങനെ ഈ ജെൻസികൾ മുഴുവൻ എന്താ ഒന്നിന് കൊള്ളില്ലാത്തവരാണെന്ന് പറയുന്ന കാഴ്ചപ്പാടോട് എനിക്ക് പണ്ടും എതിർപ്പാണ്, ഇപ്പോഴും എതിർപ്പാണ്. അതുകൊണ്ടാണ് ടോണിയൊക്കെ ഇങ്ങനെ പറയുന്നത്. ഒരു പെൺകുട്ടിയോട് വന്ന് പറഞ്ഞാണ്, ടോണി നീ പറഞ്ഞ പോലെ തന്നെ ഈ പേരൻസൊക്കെ ഇങ്ങനെ പോയാൽ എങ്ങനെ ആകുന്നത്? എന്താ മര്യാദ എന്തെങ്കിലും പറയാനുണ്ടോ ടോണി പറഞ്ഞതിനോട്? ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ല, കാരണം ഇങ്ങനൊരു കുഴപ്പം ഉണ്ടാവുന്നതിന് മെയിൻ ഒരു റീസൺ എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടുള്ള മിണ്ടാട്ട് നിന്ന് പോകും. അച്ഛനും അമ്മയായിട്ടുള്ള ആ കുട്ടിയുടെ മിണ്ടാട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് കുടുംബമുള്ളേ? ടോണി കുട്ടാ അല്ല, ഞാൻ അത് ഓരോ മാതാപിതാക്കളിലോട്ട് എത്തിക്കണം ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പലയിടത്തും ഞാൻ കണ്ടിട്ടുമുണ്ട് അങ്ങനെ. ഇവര് മൊബൈൽ മേടിച്ച് കൊടുത്തു വിട്ടിട്ട് അവൻ്റെ കാര്യം മൊബൈൽ ചെയ്യുന്നു, വീട്ടുകാരായിട്ട് അവന് സംസാരമില്ല. അങ്ങനെ ഒരിക്കലും ഒരു കുടുംബം വിജയിക്കില്ല. അവൻ്റെ കരിയർ ഒരിക്കലും ഒരു ഗ്രോത്ത് ആവില്ല. അത് ആരും പറഞ്ഞു, അത് ഞാൻ ശ്രദ്ധിച്ചു, ആരും ഇവിടെ പറഞ്ഞുമില്ല. അതൊരു ടോണി പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. നോ പ്രോബ്ലം ടോണി, ദാറ്റ്സ് ഫൈൻ. ഇനി അദ്ദേഹത്തിന് വല്ലതും പറയാനുണ്ടോ? ഓക്കെ, വിത്ത് ഓൾ റെസ്പെക്ട് ടു ടോണി, എനിക്ക് ചെറിയൊരു അഭിപ്രായത്തിൽ എതിരഭിപ്രായം നല്ലൊരു വേറെ സൈഡ്. എൻ്റെ അച്ഛനും അമ്മ ഇപ്പം ഇസ്രായേലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ
ഫോൺ കൊള്ളില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് എനിക്ക് അമ്മേനെ സംസാരിക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? അതാണ് ടോണി ഉദ്ദേശിച്ചത്. അല്ല, അങ്ങനെ ഒരു സൈഡും കൂടെ ഉണ്ട്. ആ എന്ന് ഓക്കെ വെച്ചാൽ ഓക്കെ. ഫോൺ ഉപയോഗിക്കുന്നത് ബാഡാണല്ലേ, ജെൻസി ബാഡാണല്ലേ, വീട്ടുകാർ റീല് കാണണമെന്ന് വെച്ചാൽ അവർക്കൊരു രസം വേണ്ടേ? ആ എൻ്റെ വീട്ടിൽ വൈകുന്നേരം ചെന്ന് എൻ്റെ അച്ഛൻ ഫോണിരുന്ന് റീല് കണ്ടുകൊണ്ടിരിക്കും. ആ. അത് ഞാൻ അച്ഛനോട് പറയാം, അച്ഛനല്ലേ റീല് കാണാൻ പറ്റൂ, ജെൻസിയുടെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇല്ല. എല്ലാവർക്കും അവരുടേതായ എൻ്റർടൈൻമെൻറ്റ് വേണം. ആ. അത് ഒരുപോലെ വേണം. അതുപോലെ ഫോണും കൊണ്ട് ഉപയോഗമുണ്ട്, ദോഷം മാത്രമല്ല. ആ. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ വലിയ തെറ്റുകൾ പോലെ നമ്മൾ കാണുക. നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരു 10-18 വയസ്സുള്ളൊരു പെൺകുട്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ പെൺകുട്ടി ചില മോഡേണുള്ള വസ്ത്രം ധരിച്ചു. നമുക്ക് രണ്ട് രീതി കാണാം. ആ നല്ല ഉടുപ്പാണല്ലോ, ആ കുട്ടീനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിൽ പറയാം, ഇവളെന്താ ഇത്, എന്താ ഇവൾക്ക് കുടുംബം ഇല്ലേ? നമ്മുടെ കാണുന്നവൻ്റെ കാഴ്ചപ്പാടാണ് ആദ്യം മാറ്റേണ്ടത്, അല്ലാണ്ട് അപ്പുറത്തേക്ക് നാളെ അല്ല നമ്മൾ തിരുത്തേണ്ടത്. ഓക്കെ നമ്മളത് നന്നാവണം. അത് ഇതിൻ്റെ എല്ലാ കാര്യത്തിലും, ഈ ഓക്കെ ഒരു കാര്യത്തിൽ മാത്രമല്ല. അത്രേ ഉള്ളൂ. ഓക്കെ. അതെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. അത് കുട്ടികളായാലും മാതാപിതാക്കളായാലും ചെയ്യേണ്ട ഒരു കാര്യം അത്. കാരണം മീൻസ് ബ്രദർ പറഞ്ഞ ശരിയാണ്, പലയിടത്തും കുട്ടികൾ പോലെ തന്നെ മാതാപിതാക്കൾ ഇപ്പോഴത്തെ ഒരു ഇതാന്ന് തോന്നുന്നു, എന്തുകൊണ്ടാണെന്നറിയില്ല, പലരും മൊബൈലിലാണ്, കുട്ടികളായിട്ട് മിണ്ടാൻ വരുന്നില്ല. അവരുടെ എൻജോയ്മെൻറ്റും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ ഫാമിലിക്ക് എന്താ പറയുക, അതിൻ്റെതായ ഒരു ഗുണം വേണം. എന്ന് വെച്ചാൽ ആ ഫാമിലി നന്നായിട്ട് അതായത് വളരണം. ടോണി ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോടൊന്ന് പറയട്ടെ. ഒരു ഫാമിലിയിൽ അപ്പനും അമ്മയും മക്കളൊക്കെ കുറച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്തണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ പോകണം. ആ സമയത്തും കൂടി വർക്ക് പ്ലേസിലെ സാധനം മൊബൈൽ വഴി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വിളമ്പരുത്. അതല്ലേ നീ ഉദ്ദേശിച്ചത്? സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടി നാട്ടുകാരുടെ കുട്ടികളുടെ കലാപരിപാടി റീൽസായിട്ട് കാണുന്നതിനേക്കാൾ ഇത്തിരി കൂടെ നല്ലത് സ്വന്തം കുട്ടികളൊന്ന് കെട്ടിപ്പിടിക്കുന്നവരും ആന കളിക്കുന്നതും ഒരു മുട്ടായി മേടിച്ചു കൊടുക്കുന്നതും ഒരു പഴംപരിയൊക്കെ മേടിച്ചു കൊടുക്കുന്നതാണെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? അതല്ലേ നിന്റെ ഹൃദയത്തിൽ ഉദ്ദേശിച്ച ആ കാവ്യാത്മകത? മനസ്സിലായോ? ഞാൻ ചെറിയ ആഡ് ഓൺ ചെയ്തോട്ടെ? നീ ആഡും ചെയ്തോ, നീ കുഴപ്പമില്ലല്ലോ. ഇല്ല നോ പ്രോബ്ലം. 100 വർഷം മുന്നേ ആൾക്കാർ എങ്ങനെ ഡ്രസ്സ് ഇടണം, ഇതുപോലെ അല്ലല്ലോ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ നമ്മൾ അതനുസരിച്ച് മാറുന്നില്ലേ? അതുപോലെ ഈ സാധ്യതകളെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റാണ്ട്, പണ്ടാണെങ്കിൽ ഒരുമിച്ച് പിള്ളേരുടെ കൂടെ കളിക്കാൻ പുറത്തു പോകും, അതിന് പകരം ഇപ്പോൾ ഒരുമിച്ചിരുന്ന് ലുഡോ കളിച്ചു, അപ്പനും പിള്ളേരും എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് ഫോണിൽ ലുഡോ കളിച്ചെന്നൊരു തെറ്റില്ലല്ലോ. അല്ല, അവൻ പറഞ്ഞ അതല്ല. ഇപ്പൊ ഇസ്രായേലിലുള്ള അമ്മയും നാട്ടിലുള്ള ആളും കൂടെ ഫോണിൽ ലൂഡോ കളിച്ചാൽ കുഴപ്പമില്ല. തൊടുപുഴയിൽ തന്നെയുള്ള അപ്പനും അമ്മയും മക്കളും കൂടെ വീട്ടിൽ തന്നെ ഇരുന്ന് ലൂഡോ കളിക്കുന്നത് ശരിയാണെന്ന് അതല്ലേ ടോണി? ഫിസിക്കലായിട്ട് കളിക്കാമോ? സർ, ടോണി പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ ഞാൻ എതിർത്ത് പറയൊന്നുമല്ല, ഞാനൊരു കാര്യം ഓർത്തതാണ്. ഇതുപോലൊരു ഇവന്റിന് പോയപ്പം ഒരു കുട്ടി, അവൻ ഫോൺ ഗെയിം എന്തോ കളിച്ചുകൊണ്ടിരിക്കുക, അവൻ അവിടെ നടന്ന് ഒരു പടി തട്ടി വീണ് കിടന്നിട്ടും അവൻ അവിടെ നിന്ന് ഗെയിം കളിക്കുകയാണ്. അവൻ എണീറ്റ് പോകാനോ ഒന്നും അവൻ ചിന്തിക്കുകയല്ല, അവനത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ അമ്മ വന്ന് കുട്ടി എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ടോണി ഫോൺ അഡിക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ വീണ് കിടന്ന കുഞ്ഞിനെയാണ് ഓർമ്മ വന്നത്. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ കരുതുക. ഈ അഡിക്ഷനും ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു ബാലൻസ് അവസ്ഥയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റലക്റ്റിനെ എല്ലാം അത് ഒരു ബാലൻസ്ഡ് ആയിട്ട് അവസ്ഥയിൽ കൊണ്ടുപോകുന്ന രീതിയിലൊരു പ്രയർഫുൾ ലൈഫൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. വാട്ട് യു മീൻ ബൈ പ്രയർ? നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുന്നതും അത് മാത്രമല്ല പ്രയർ. നമ്മളിങ്ങനെ ചിന്തിക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ അവർക്ക് എത്രത്തോളം ഇതാണ്. എൻ്റെ മക്കൾക്ക് സന്തോഷം വരണമെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി 1,00,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അതിൻ്റെ റെസിപ്റ്റ് 1 വയസ്സുള്ള കൊച്ചിന് കാണിച്ചു കൊടുക്കുമ്പോഴാണോ, അതോ കുഞ്ഞിൻ്റെ 1ാമത്തെ ബർത്ത്ഡേക്ക് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ വിളിച്ചിട്ട് പാർട്ടി നടത്തിയിട്ട് ഞാനും വൈഫും കൂടി ഏതെങ്കിലും ട്രെൻഡി ആയിട്ടുള്ള പാട്ടിന് 2 റീൽസ് വിടുന്നതാണോ, അതോ ആ 1ാമത്തെ ബർത്ത്ഡേ ഒക്കെ അത്യാവശ്യമൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ട് അവന് അത്യാവശ്യം ഒരു ബോധം വരുമ്പം അവനെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു കാപ്പിയൊക്കെ മേടിച്ച് കൊടുത്തേടാ, അന്ന് നിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്, അന്നത്തെ ഞങ്ങളുടെ കപ്പാസിറ്റിക്ക് ഇത്ര പേരെ വിളിക്കാനേ പറ്റില്ല, ഇനി വരാൻ പോകുന്ന നിൻ്റെ ആദ്യ കുർബാനയ്ക്ക് കല്യാണത്തിനൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് എങ്ങനെയാണോ സ്നേഹം കിട്ടുക എന്നുള്ളത് അറിഞ്ഞ് കൊടുക്കുന്ന മാതാപിതാക്കൾ നടത്തുന്നതും ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെയൊക്കെ ഒരു സ്നേഹമുണ്ടാകണം. ആ സ്നേഹമുണ്ടാകുമ്പോൾ പ്രയോറിറ്റീസ് മാറും. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെയുള്ള എല്ലാവരും, നവനീത് ഉൾപ്പെടെ മെബിന് പറഞ്ഞൊരു കാര്യമാണ്, കുടുംബം ഒരു കംഫർട്ട് സോണാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം അല്ലേ, നമ്മുടെ വീട്ടിൽ നമ്മൾ കിടക്കുന്ന കട്ടിൽ അല്ലേ, ആ തലയണ, നമ്മൾ എവിടെയെങ്കിലും പോയി ഒന്ന് ടയേർഡായിട്ട് നമ്മൾ സ്ഥിരം കിടക്കുന്ന സ്ഥലത്തൊന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് അവസ്ഥയുണ്ട്. എത്രയെല്ലാം ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ വിശന്നിരിക്കുമ്പോൾ അമ്മ സ്നേഹത്തോടെ തരുന്ന ഭക്ഷണത്തിന് അതൊരു ഇത്, അല്ലെങ്കിൽ എന്താ, അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വീട്ടിൽ നിന്ന് ഫാമിലിയിൽ നിന്ന് കിട്ടുകയുള്ളൂ. പ്രയോറിറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ കുടുംബത്തിന് 1ാം സ്ഥാനം കൊടുക്കുമ്പോൾ കരിയറൊക്കെ നന്നായി പോകുമെന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവപരിപാലന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ആ ദൈവപരിപാലന എന്നുള്ളൊരു വാക്ക് വചനത്തിലൂടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ, സിസ്റ്റർ മേരി ലിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ, മദർ തെരേസയുടെ കാര്യം പറഞ്ഞ പോലെ 1-2 കാര്യങ്ങളുണ്ട്. അത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്.
സങ്കീർത്തനങ്ങൾ 34:10 സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വരഞ്ഞേക്കാം, എന്നെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകുകയില്ല. പുറപ്പാട് 14:14 നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാനത് തരും. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് കരിയർ ശരിക്കും സെറ്റാകുക. സങ്കടപ്പെട്ട് വ്യവസ്ഥിതികളെ പഠിച്ചുകൊണ്ട് തത്വശാസ്ത്രത്തിൻ്റെ ഇടനാഴികളിലെ ലൂപ്പ് ഹോൾസ് കണ്ടിട്ട് അവനവനായിരിക്കുന്ന കംഫർട്ട് സോൺ പൊട്ടിക്കാൻ തയ്യാറാകുന്നതിന് പകരം ഷെല്ലുകൾക്കും കംഫർട്ട് സോണുകളും സൈദ്ധാന്തികപരമായ കാര്യങ്ങളെല്ലാം പൊട്ടട്ടെ. സ്നേഹമുണ്ടാവട്ടെ, കുടുംബങ്ങളിൽ സമാധാനമുണ്ടാവട്ടെ, നല്ല കുടുംബങ്ങൾ ഉണ്ടാവട്ടെ, ധാരാളം നല്ല സിസ്റ്റേഴ്സ് ഉണ്ടാവട്ടെ, നല്ല ഡോക്ടർമാരും നല്ല എഞ്ചിനീയർമാരും നല്ല ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ടാവട്ടെ. ന്യൂമാൻ കോളേജിൽ ഈ പഠിക്കുന്ന നിങ്ങളൊക്കെ വളർന്ന് വലുതായി കരിയറൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കുടുംബത്തിനും മൂല്യങ്ങൾക്കും മക്കൾക്കൊക്കെ കൊടുത്ത് ഒരു പുതിയ തലമുറ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. നമുക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം. യോഹന്നാൻ 14:14 നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാനത് നിങ്ങൾക്ക് തരുമെന്ന് തന്നെയാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മളുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. നമ്മൾ ഈ ഒരു എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുകയാണ്. എല്ലാവരും അവരവരുടെ ആശയങ്ങളും സംശയങ്ങളും ഒക്കെ വളരെയധികം നല്ലൊരു ചർച്ച നടന്നൊരു എപ്പിസോഡ് കൂടിയായിരുന്നു. സോ ഇതൊന്ന് ജനറലൈസ് ചെയ്ത് സമ്മപ്പ് ചെയ്യാനാണെങ്കിൽ കരിയർ ഈസ് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ കുടുംബമാണ് പ്രയോറിറ്റി. അപ്പോഴേ നമ്മളുടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം കുടുംബം. അതുപോലെ എല്ലാവരുടെയും ജീവിതം ഇൻപമുള്ളതാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു പുതിയ എപ്പിസോഡിൽ പുതിയ വിഷയവുമായി പുതിയൊരു കോളേജിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ദൈവസ്നേഹത്തിലും പ്രാർത്ഥനയിലും ഐക്യത്തിലുമായിരിക്കുക. നന്ദി. Canvas so new for the youth's strengths, their hopes and their view. A program to capture what their hearts hold inside. 3 thoughts and their futures with nothing to hide.